ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ നിങ്ങളുടെ ചില ഡൗട്ടുകളാണ്. അപ്പോൾ ഡൗട്ടുകൾ നമ്മളൊരു ഓർഡറിലാണ് പറഞ്ഞു പോകുന്നത്. കാരണം ചില ക്വസ്റ്റ്യനുകളൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന സംശയങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ക്ലാസ് കാണാതെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ഡൗട്ട് എവിടെയാണ് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്ത് അതിലേക്ക് പോകരുത്. നിങ്ങളുടെ ഡൗട്ട് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഡൗട്ടിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിത്തരാൻ കാരണമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ടും ഈ ക്ലാസ് കാണുക. ഇതിൻ്റെ അപ്പുറം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ചോദിക്കാൻ മടിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ചാപ്റ്ററിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ടെർമിനൽ, ഓക്കെ, ടെർമിനൽ എന്നതിൻ്റെ ഒരു വേർഡ് മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെർമിനൽ എന്നതിൻ്റെ വേർഡ് മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊരു സാധനത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ എൻഡ് പോയിന്റ്, എക്സ്ട്രീം എൻഡിനെ, അതിൻ്റെ അവസാനത്തിനെ വിളിക്കുന്ന പേരാണത് ടെർമിനൽ. നമ്മളുടെ ഈ ചാപ്റ്ററിൽ ടെർമിനൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മേ ബി ഒരു റെസിസ്റ്റൻസിൻ്റെ രണ്ടറ്റങ്ങളാവാം, അത് ടെർമിനലുകളാണ്. ബാറ്ററി എടുക്കുകയാണെങ്കിൽ ആ ബാറ്ററിയുടെ രണ്ട് പൊളാരിറ്റി ഉണ്ടല്ലേ, ഒരു പ്ലസ് ഭാഗമുണ്ട്, ഒരു മൈനസ് പോർഷനും ഉണ്ട്. ആ ഭാഗത്ത് നമ്മളൊരു വയർ എടുക്കുകയാണെങ്കിൽ ആ വയറിൻ്റെ അറ്റം എന്ന് പറയുന്നത് ആ ബാറ്ററിയിൽ നിന്ന് എടുത്ത വയറിൻ്റെ അറ്റം എന്ന് പറയുന്ന ടെർമിനലുകളാണ്. ഇനി വേണ്ട വയറൊന്നും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ബാറ്ററിക്ക് രണ്ട് ടെർമിനൽ ഉണ്ട്. ഈ ഒരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെർമിനൽ എന്നുള്ളതുകൊണ്ട് ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻഡ് പോയിന്റ് ആണ്. അത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ബാറ്ററിയുടെ ടെർമിനൽ ആവാം, വയറിൻ്റെ ടെർമിനൽ ആവാം, അതല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ടെർമിനൽ ആവാം. ഈ ടെർമിനൽ എന്നുള്ള വാക്ക് അറിഞ്ഞാലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ പാരലൽ റെസിസ്റ്റൻസ്, സീരീസ് റെസിസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ, അതിൻ്റെയൊക്കെ കാര്യം മനസ്സിലാവണമെങ്കിൽ അതിൽ ഒരുപാട് തവണ നമ്മൾ ടെർമിനൽ എന്നുള്ള വാക്ക് പറയണതുകൊണ്ടേ നമുക്ക് ആ വേർഡ് മീനിങ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആവണം, ടെർമിനൽ എന്താണ് എന്നതിൻ്റെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ടെർമിനൽ എന്താ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് പാരലൽ സർക്യൂട്ട് എന്താണ്, അതുപോലെ സീരീസ് സർക്യൂട്ട് എന്താണെന്ന് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. സീരീസ് സർക്യൂട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പാരലൽ സർക്യൂട്ട് ആയിരിക്കും പലർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ഈ പാരലൽ സർക്യൂട്ടും സീരീസ് സർക്യൂട്ടും എന്നൊക്കെ പറയുന്നത് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോൾ റെസിസ്റ്റൻസുമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിക്ക് വരുമ്പോൾ അതൊരു ഓർഡറിലാണ് വരുന്നത് അല്ലേ. ആദ്യം നമ്മൾ ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് പഠിച്ച്, പിന്നെ ഓംസ് ലോ പഠിച്ചു, അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ റെസിസ്റ്റൻസിലേക്ക് എത്തി. പിന്നെ നമ്മളുടെ ഫ്യൂസ് വയറിനെ പറ്റിയൊക്കെ പഠിച്ചു, അതുപോലെ ഡിസ്ചാർജ് ലാമ്പിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇതിലൊക്കെ ഡൗട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതേ ഓർഡറിൽ ഇങ്ങോട്ട് പറഞ്ഞു പോവാം. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ജൂൾസ് ലോ എന്ന് പറയുന്ന ലോനെ പറ്റിയാണ്. ജൂൾസ് ലോ, ജൂൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ജൂൾസ് ലോ പറയുന്നത് മറ്റൊന്നല്ല, നിങ്ങളൊരു വയർ കൺസിഡർ ചെയ്യുക. ആ വയറിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ, എന്ത് വയറും ആയിക്കോട്ടെ, ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ വയറും ആയിക്കോട്ടെ, ആ ഒരു മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മെറ്റീരിയൽ എന്തുണ്ടാവും, ഹീറ്റ് ജനറേറ്റ് ആവും. നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മളുടെ ബൾബൊക്കെ കത്തി കഴിഞ്ഞാൽ അതിന്മേൽ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് തൊടുമ്പോൾ ഒരു ചൂടുണ്ടാവാറില്ലേ, അത് ശരിക്കും ആ വയറിൻ്റെ ഉള്ളിലും ആ ബൾബിലേക്ക് കറണ്ട് കൊണ്ടുവരുന്ന വയറിലും ചെറിയൊരു ചൂടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു കണ്ടക്ടറാണോ മോശം കണ്ടക്ടറാണോ എന്നുള്ളത് നോക്കിയിട്ടല്ല, എന്തൊരു സബ്സ്റ്റൻസിലൂടെയും കറണ്ട് പോയാൽ ചെറിയൊരു എമൗണ്ട് നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്, ഹീറ്റായിട്ട് മാറുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ലോ ആണ് ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ജൂൾസ് ലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ജൂൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു വയർ കൺസിഡർ ചെയ്യുക. ആ വയറിൻ്റെ ഉള്ളിൽ കൂടി ഐ എന്ന എമൗണ്ട് കറണ്ട്, ഐ എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടൂടെ പറയുകയാണ്. നിങ്ങൾക്ക് ഐ എന്ന് പറഞ്ഞാൽ കറണ്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മേ ബി അത് 2 ആംപിയർ ആവാം, 3 ആംപിയർ ആവാം, വാട്ട് എവർ ഇറ്റ് ബി. അപ്പോൾ ഐ എന്നുള്ള കറണ്ടാണ് വയറിലൂടെ പോണത്. അതുപോലെ അവിടെ ആർ എന്നുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ഒരു വയറിനുള്ളത്. ആർ എന്നുള്ള റെസിസ്റ്റൻസ് ആണ് ഈ വയറിൻ്റെ റെസിസ്റ്റൻസ്. അതുപോലെ ടി എന്ന സമയം, ഇവിടെ ശ്രദ്ധിക്കുക, ടി എന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് പാസ് ചെയ്യുന്ന സമയം ടി ആണ്. അത് സെക്കൻഡിൽ തന്നെ പറയണം കേട്ടോ. കറണ്ട് നമ്മൾ ആംപിയറിലാണ് പറയേണ്ടത്, റെസിസ്റ്റൻസ് നിങ്ങൾക്കറിയാം ഓമിലാണ് പറയുക. അതുപോലെ ടൈം ഏതിൽ പറയണം, സെക്കൻഡ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മിനിറ്റോ ഹവറൊക്കെ തന്നിട്ടുണ്ടാവും, നമ്മൾ ഏതിലേക്ക് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ ജൂൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഒരു വയറിൻ്റെ ഉള്ളിലൂടെ ഐ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. എത്ര സമയത്തിന്, ടി സെക്കൻഡിന്. എത്രയാണ് ആ വയറിൻ്റെ റെസിസ്റ്റൻസ്, ആർ. അങ്ങനെയാണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യണ ഹീറ്റ് എന്ന് പറയുന്നത്, ശരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എപ്പോഴും ഹീറ്റ് എന്ന് ചോദിക്കൂല കേട്ടോ. ചിലപ്പോൾ എനർജി എന്നാവും പറയുക, അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേറ്റഡ് എന്നാവും പറയുക. എല്ലാതും തന്നെയാണ് ഇക്വേഷൻ, സെയിം കാര്യമാണ്. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യണ ഹീറ്റ് എന്ന് പറയുന്നത് H = I² R × T.
അതായത് ഇവിടെ നമ്മൾ കറണ്ട് പെർ ലൈൻ എന്നുള്ളത് അതിൻ്റെ സ്ക്വയർ ഇൻറ്റു പിന്നെ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ ഇൻറ്റു ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ജനറേറ്റ് ചെയ്ത ഹീറ്റ് കിട്ടും. ഇനി നമുക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ഈ ആറും ടീയും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഈ ആറും ടീയും ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിനും ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളന്നില്ല, സോറി, നമുക്ക് ആറിനും ഐനും പകരമൊക്കെ നമുക്ക് മറ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നോക്കുക. H=I²RT ഞാൻ ഐന് പകരം, നിങ്ങൾക്കറിയാം I × R എന്ന് പറഞ്ഞാൽ V ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐന് പകരം V/R എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഐന് പകരം V/R കൊടുക്കുകയാണെങ്കിൽ V/R² × R × T എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ നിങ്ങൾക്കറിയാം ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് രണ്ടാക്കും കൂടി ഉള്ളതാണ്. സോ V²/R² × R × T. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്ക്വയറും അതുപോലെ ഈ ഒരു ആറിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? V²/RT എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഒരു ഇക്വേഷനായി. ഓൾറെഡി നമ്മളെടുത്തൊരു ഇക്വേഷൻ I²RT, അതുപോലെ ഇപ്പോൾ വേറെ ഇക്വേഷനായി V²/R × T. ഇനി വീണ്ടും നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ഈ ഇക്വേഷൻ I²RTയിൽ വരുത്താം. എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഐന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. അതുപോലെ ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. H=I². ആറിന് പകരം നമ്മൾ എന്താ കൊടുക്കുക? ആറിന് പകരം നമുക്ക് V/I എന്ന് കൊടുക്കാം. അത് എവിടെ നിന്നാണ് കിട്ടുക? V=IR ആറിന് പകരം V/I എന്ന് കൊടുത്തു. ഓക്കെ, അത് നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷനാണ്. സോ I² ആറിന് പകരം V/I × T. നമ്മൾ ഈ ഒരു ഇക്വേഷനിലാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് കേട്ടോ. സോ ഇവിടെ ഈ I² സ്ക്വയറും ഈ ഐയും കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് IVT എന്നാണ് കിട്ടുക. എളുപ്പത്തിന് സാധാരണ ഞാനൊക്കെ പഠിക്കാറുള്ളത് VIT, വിറ്റ് എന്നാണ് പഠിച്ചു വയ്ക്കാറുള്ളത്, VIT. അപ്പോൾ നമുക്കിവിടെ 3 ഇക്വേഷനുകൾ കിട്ടി ഹീറ്റിന്. എന്തൊക്കെയാണ് കിട്ടിയത്? നമുക്ക് ഒന്നെങ്കിൽ അതിനെ I²RT എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്കതിനെ VIT എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്കതിനെ V²/R × T എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക, ചിലപ്പോൾ ഹീറ്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യനിൽ വോൾട്ടേജും കറണ്ടും തന്നു. നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര നേരമാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത് ഇത്ര എമൗണ്ട് ഹീറ്റ് കിട്ടാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ആരൊക്കെ തന്നിട്ടുള്ളത് നോക്കുക, അതിനനുസരിച്ചാണ് നിങ്ങൾ ഇക്വേഷൻ ചൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഐയും ആറും ടിയും തന്നു, ഹീറ്റ് ഡിസിപ്പേറ്റഡ് കണ്ടെത്താൻ പറഞ്ഞു, അല്ലെങ്കിൽ എനർജി എത്രത്തോളം ഉണ്ടായിന്ന് കണ്ടെത്താൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതല്ല, ക്വസ്റ്റ്യനിൽ വിയും ആറും ടിയും ആണ് തന്നതെങ്കിൽ എന്നിട്ടാണ് നമ്മളോട് ഹീറ്റ് കണ്ടെത്താൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് ജൂൾസ് ഇക്വേഷൻ ഉപയോഗിക്കാമെന്നൊന്നും പറയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പക്ഷേ അക്കോർഡിംഗ് ടു എന്താ പറയുക, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ ഇങ്ങനെയാവാം, വാട്ട് ഈസ് ദ ഹീറ്റ് ഡിസിപ്പേറ്റഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എനർജി ഫോംഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എനർജി എന്ന് പറഞ്ഞിട്ട് അയ്യോ അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലല്ലോ വിചാരിക്കരുത്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എനർജി തന്നെയല്ലേ. സോ മേ ബി അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതൊന്നും ഓർമ്മയിൽ വേണം കേട്ടോ. അപ്പോൾ ഈ 3 ഇക്വേഷനാണ് നമുക്ക് ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റിൽ പഠിക്കാനുള്ളത്. നമ്മളിതിൽ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക, I²RT. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഹീറ്റ് ഡിസിപ്പേറ്റഡ് അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഹീറ്റ് പ്രധാനമായിട്ടും 3 ആളോട് ബന്ധമുണ്ട്. ഐനോട് ബന്ധമുണ്ട്, ആറിനോട് ബന്ധമുണ്ട്, ടീനോട് ബന്ധമുണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ടൈം കൂടിക്കഴിഞ്ഞാൽ, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈം കൂടിയാൽ ഹീറ്റ് എഫക്റ്റ് കൂടും, റെസിസ്റ്റൻസ് ഓഫ് ദ വയർ കൂടിയാൽ ഹീറ്റ് എഫക്റ്റ് കൂടും, ഐ കൂടിയാലും ഹീറ്റ് എഫക്റ്റ് കൂടും. പക്ഷെ നിങ്ങൾ ഇതിൽ 3ലും നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഇതിൽ ഐനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം ഐ കൂടിക്കഴിഞ്ഞാൽ നേരെ പ്രൊപ്പോർഷനല്ല, സ്ക്വയറിനോടെ പ്രൊപ്പോർഷനൽ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. H=I²RT. നമ്മുടെ ഇക്വേഷൻ ഇവിടെ കിടക്കട്ടെ, I²RT. ഞാൻ പറയാം, ഒരു വയറിലൂടെ 2 ആംപിയർ കറൻറ്റ് 2 ഓം ആണ് ആ വയറിൻ്റെ റെസിസ്റ്റൻസ്, 2 സെക്കൻഡ് ഫ്ലോ ചെയ്തു. എത്രയാണ് നമുക്ക് ഹീറ്റ് കിട്ടുക? H=2² × 2 × 2 അല്ലേ? നമുക്ക് 4 × 2 × 2 4 × 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 8 ആണ്. 8 × 16. അപ്പോൾ നമുക്ക് ആൻസർ 16. ഇത് ഹീറ്റ് ആണല്ലോ, ഹീറ്റ് ഒരു എനർജിയാണ്. സോ യൂണിറ്റ് ഈസ് ജൂൾ. ഇത് കിട്ടി, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ 2 ഓമിന് പകരം 4 ഓം എന്ന് കൊടുത്താൽ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ 4 ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആൻസർ വരിക 2² × 4 × 2. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 × 4 16 16 × 2 എത്ര കിട്ടിയത്? 32 എന്ന് കിട്ടും. ഇനി ടൈമിന് പകരം ഇത് 2 തന്നെ, ഇത് 2 ഇതും 2, ടൈമിന് പകരം 4 കൊടുത്താലും നിങ്ങൾക്ക് ആൻസർ ഇതുപോലെ തന്നെ വരും, 2² × 2 × 4. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആൻസർ 32 ആയിരിക്കും. ഇനി ചെയ്യണ കാര്യം ശ്രദ്ധിക്കണേ, ഞാൻ ഇത് രണ്ടും 2, ഏത് നമ്മളുടെ റെസിസ്റ്റൻസും 2 ടൈമും 2, നമ്മുടെ കറൻറ്റിനെ ഞാൻ അങ്ങോട്ട് 4 എന്നാക്കി കരുതാം.
അതോടുകൂടി നിങ്ങൾ ആൻസർ മാറുന്നത് ശ്രദ്ധിക്കണേ. കറണ്ടിനെ 4 ആക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കറണ്ടിനെ 4 ആക്കിയാൽ 4 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ എത്രയായി? 16 ഇൻറ്റു 2 32 ഇൻറ്റു 2. ആൻസർ എത്ര വരിക? 64 ജൂളാവും. നോക്ക്, നമ്മൾ ഓരോരുത്തരെ മാറ്റി നോക്കിയപ്പോൾ ഇതിൽ റെസിസ്റ്റൻസിനെ നമ്മൾ ഡബിൾ ചെയ്തപ്പോൾ ഉള്ള അതേ ആൻസറാണ് ആരെ ഡബിൾ ചെയ്തപ്പോഴും കിട്ടിയത്? ടൈമിനെ ഡബിൾ ചെയ്തപ്പോഴും കിട്ടിയത്. ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 2ന് പകരം 4 കൊടുത്തപ്പോൾ കിട്ടിയത്. പക്ഷേ നമ്മൾ കറണ്ടിനെ ഇതുപോലെ ഡബിൾ ചെയ്തിട്ട് മറ്റവരെ രണ്ടുപേരും സാധാ പോലെ 2 ആയിട്ട് നിർത്തിയപ്പോൾ ഇവർക്ക് കിട്ടിയ ആൻസറിൻ്റെ ഡബിളൊക്കെ ഇവിടെ വന്നു അല്ലേ? അതായത് അതിലും കൂടുതൽ വന്നു. ഇത് എന്തുകൊണ്ടാണ്? ഇക്വേഷനിലേക്ക് നോക്കി നമുക്കറിയാം I² RT എന്നാണ് ഇക്വേഷൻ. ആറും ടി ഒക്കെ കൂടിയാൽ അത് എത്രയാണോ കൂടിയത് അതിനനുസരിച്ച് ഹീറ്റ് അങ്ങോട്ട് കൂടുകയുള്ളൂ. പക്ഷേ ഐൻ്റെത് അങ്ങനെയല്ല. എത്ര ടൈംസ് ആണ് ഐ കൂടിയത് അതിൻ്റെ സ്ക്വയർ ആയിട്ട് ആര് കൂടും? ഹീറ്റ് കൂടും. ഇത് ഓർമ്മയിൽ വേണം. അപ്പോൾ 2 സബ്സ്റ്റൻസ് നമ്മൾ എടുത്തിട്ട് 2 സബ്സ്റ്റൻസ് എടുത്തു. രണ്ടിലും ഒരേ ടൈം ഓഫ് ഫ്ലോ ആണ്. അതായത് ഒരേ ടൈമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഒരേ റെസിസ്റ്റൻസ് ആണ് 2 വയറിനും. പക്ഷേ ഒന്നിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ഒരു നിക്രോം വയറും ഒരു കോപ്പർ വയറിൻ്റെയും കേസ്. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അത് നമ്മൾ മറ്റൊന്നല്ല പറഞ്ഞത്, ഇതേപോലെ ഓംസ് ലോ വെച്ചിട്ട് തന്നെ പറഞ്ഞത്. പക്ഷേ കുറച്ച് എന്താ പറയുക, കുറച്ചധികം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്ത ഒരാളാണല്ലേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഓംസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഓംസ് ലോൻ്റെ ഭാഗമായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓംസ് ലോ എന്താണ്? ഒരു സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഒരു വയറിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലുള്ള വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ കറൻറ്റും കൂടും. ഇതാണ് ഏത് ലോ പറയുന്നത്? ഓംസ് ലോ പറയുന്നത്. ഓക്കെ, V = IR എന്നുള്ളത് ഓംസ് ലോ അല്ല, അത് ഓംസ് ലോയിൽ നിന്ന് ഉണ്ടാക്കിയ ഇക്വേഷനാണ്. ഓംസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറൻറ്റ്. ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് കൂട്ടിയാൽ അതിൽ എന്തും കൂടും? കറൻറ്റ് കൂടും. അത് മാത്രം ഓംസ് ലോ പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ V = I ആണ് ആ ഒരു ഓംസ് ലോ എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റെപ്രസെൻറ്റേഷൻ. വോൾട്ടേജ് കൂടിയ കറൻറ്റും കൂടും. അതിന് ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റി ഈക്വൽ ടു ആക്കണം. അങ്ങനെ ഈക്വൽ ടു മാറ്റണമെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റിക്ക് ശേഷം ഉള്ള ആ ഒരു ടേം, ഇവിടെയാണെങ്കിൽ I ആണ്, അത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റൻറ്റിനെയാണ് പിന്നീട് സയൻറ്റിസ്റ്റ് എന്തെന്ന് വിളിച്ചത്? റെസിസ്റ്റൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ കറൻറ്റും കൂടുന്നു പറയുന്നതാണ് ഓംസ് ലോ. ഓംസ് ലോൻ്റെ ഇക്വേഷൻ ആണെന്ത്? V = IR. നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് ഇതിനെ, VIR. വേറൊന്നുമല്ല, ഇവിടെ നിങ്ങളിപ്പോൾ ആറിനെ കവർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആറിൻ്റെ ഇക്വേഷൻ കിട്ടും, V/I. അതുപോലെ നമുക്കിപ്പോൾ ഐൻ്റെ ഇക്വേഷനാണ് വേണ്ടത് കരുതുക. അപ്പോൾ നിങ്ങൾ ഐനെ കവർ ചെയ്ത് ഐനെ പൊത്തി പിടിക്കുക, കവർ ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും I = V/R. ഒരു ട്രയാങ്കിൾ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെർമിനൽ, അതുപോലെ റെസിസ്റ്റൻസ്, പിന്നെ ജൂൾസ് ലോ, ഇത് മൂന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓംസ് ലോയും കണ്ടു. ഓംസ് ലോക്ക് ഒരുപാട് പേര് സംശയം ചോദിച്ചു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ എത്ര വട്ടാ ചോദിക്കുക, സാറിന് ഒരു മടുപ്പാവില്ലെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാവില്ല പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ചോദിക്കാൻ മടിക്കരുത്. 10ാം ക്ലാസ്സാണ്, നമുക്ക് തമാശ കളിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഓക്കെ, ഇനി ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതൊരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ളൊരു ഹിൻഡറൻസ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഡോർ വളരെ ചെറുതാണ്, ആകെ ഒരു 2 കുട്ടികൾക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അസംബ്ലി കഴിഞ്ഞ് ഓടി വരികയാണെങ്കിൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ എല്ലാവരും കൂടി തടിച്ചു കൂടും. പെട്ടെന്ന് ആർക്കും ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റില്ല. നിങ്ങളുടെ എനർജി ഒക്കെ വേസ്റ്റ് ആവും. ഇത് നമ്മൾ ഫിസിക്സിക്ക് വരുമ്പോൾ കറണ്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റണില്ല. ഇപ്പോൾ നമ്മൾ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റിൻ്റെ കേസിൽ പറയുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ കൂടി ഫ്ലോ ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. നിങ്ങൾക്ക് അറിയില്ല, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനാണ് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വയറിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ. അതായത് അതിൽ തീരെ സ്പേസിൽ ഇലക്ട്രോൺസിൻ്റെ എനർജി ഒക്കെ വേസ്റ്റ് ആവുകയാണ്. വേസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് ആയിട്ട് മാറുക കേട്ടോ. ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി വേസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറുക? ഹീറ്റ് ആയിട്ട് മാറുക. അപ്പോഴാണ് നമ്മൾ പറയുക റെസിസ്റ്റൻസ് കൂടുതലാണ്. ഹീറ്റായിട്ട് വേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്ന പേരല്ല, ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ, ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ പറയും ആ വയറിന് അല്ലെങ്കിൽ ആ വയറുണ്ടാക്കിയ മെറ്റീരിയലിന് എന്ത് കൂടുതലാണ്? റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇനി അതല്ല, നിങ്ങളെ ക്ലാസ്സിൻ്റെ ഡോർ ഭയങ്കര വലുതാണെങ്കിൽ എത്ര ആൾക്കാർ വേണമെങ്കിലും വന്ന് ഒരുമിച്ച് കയറാലോ. അതിനെയാണ് നമ്മൾ ഫിസിക്സിൽ ഇലക്ട്രിസിറ്റിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് കുറവ് എന്ന് പറയാം. അതായത് ഒരു വലിയ വയർ എടുത്തു കഴിഞ്ഞാൽ നല്ല ഏരിയയുള്ള ക്രോസ് സെക്ഷൻ ഏരിയ നല്ല കൂടുതലാണെങ്കിൽ ഇഷ്ടംപോലെ ഇലക്ട്രോൺസിന് ഒരുമിച്ച് ഇങ്ങനെ വരാൻ പറ്റും. അവർക്ക് യാതൊരു തടസ്സവും ഇല്ല.
അപ്പോൾ അതിന് നമ്മൾ എന്ത് വിളിക്കും? റെസിസ്റ്റൻസ് കുറഞ്ഞ ആൾക്കാർ പറഞ്ഞാൽ നല്ലോണം ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ പറ്റും. നല്ലോണം ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ടക്ടിവിറ്റി കാണിക്കും. അപ്പോൾ നമ്മൾ പറയും ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഭയങ്കര വലിയ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇലക്ട്രോൺസിന് തീരെ അതിനുള്ളിൽ കൂടി പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബാഡ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ്. ഇതൊക്കെ പഴയ ക്ലാസ്സിൽ കണ്ടതാണ്, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ റെസിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇതാണ്. അപ്പോൾ ഇനി റെസിസ്റ്റൻസ് എന്തിനും ഉണ്ടാകാം. നിങ്ങളുടെ ടി വിക്ക് ഉണ്ട്, നിങ്ങളുടെ ഫ്രിഡ്ജിന്, നമ്മളെ ബോഡിക്ക് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഒരു സർക്യൂട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വയറുകൾ ഉണ്ടാവും, പല മെറ്റീരിയലുകൾ ഉണ്ടാവും. അപ്പോൾ ആ മെറ്റീരിയൽ കൂടെയൊക്കെ ഇലക്ട്രോൺസിന് ചിലതിൽ എളുപ്പത്തിൽ പോകാൻ പറ്റും, ചിലത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെയൊക്കെ ബേസിൽ എല്ലാത്തിനും റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറമെ പലപ്പോഴും നമ്മൾ റെസിസ്റ്റൻസ് ഉണ്ടാക്കാറുണ്ട്. സർക്യൂട്ടിലുള്ളതിനേക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കും. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഈ കറണ്ട് ഉള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട വല്ല ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് നിങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരു ബോർഡ് ഉണ്ടാവും അല്ലേ, നമ്മൾ PCB ബോർഡ് എന്നൊക്കെ വിളിക്കുക. അതിൽ നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഒരു ലൈന്, അതായത് ഒരു വയറ്, ആ വയറിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു സിലിണ്ടർ പോലത്തെ ഒരു പോർഷൻ ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ടൊരു വയർ, ഇതിൽ ചെറിയ പല കളറുകളിലുള്ള വരകൾ ഇങ്ങനെ കാണാം. അതിനെയാണ് നമ്മൾ ശരിക്കും റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, നമ്മളുടെ വീട്ടിലുള്ള ഇലക്ട്രിക് എക്യുപ്മെൻറ്റുകൾക്ക് ഓൾറെഡി റെസിസ്റ്റൻസ് ഉണ്ട്, നമ്മളുടെ ബോഡിക്ക് ഉൾപ്പെടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, കൂടുതലോ കുറവോ നല്ല റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. പക്ഷേ പലപ്പോഴും നമ്മൾ ആ റെസിസ്റ്റൻസിൻ്റെ പുറമെ നമ്മളെ വക കുറച്ച് എക്സ്ട്രാ റെസിസ്റ്റൻസ് കൂടി കൊടുക്കും. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വോൾട്ടേജും കറൻറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എക്സ്ട്രാ റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ശരിക്കും അങ്ങനെ ഉണ്ടാവുക, ഒരു വയർ, ആ വയർ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിലിണ്ടർ പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. പിന്നെ ആ സിലിണ്ടർ പോലത്തെ ഭാഗത്ത് ചില വരകളൊക്കെ കാണാം. അതിനൊക്കെ മീനിങ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് എത്ര ഓം ആണ് എന്നൊക്കെ കാണിക്കാനാണ് വര ഇട്ടിട്ടുള്ളത്. അതിന് ഷോർട്ട് കട്ട് ഉണ്ട്, BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ഇപ്പോൾ വേണ്ട, അതൊക്കെ +1ലും +2ലും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്, ഇതേ മോഡലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്ററുകളെ അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സർക്യൂട്ടിൽ ഒന്നിൽ കൂടുതൽ, ചിലതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസുകൾ വരാം. അങ്ങനെ വരികയാണെങ്കിൽ രണ്ട് രീതിയിലാണ് റെസിസ്റ്റൻസ് വരിക. ഒന്നെങ്കിൽ അത് സീരീസ് ആയിട്ട് വരും, അല്ലെങ്കിൽ അത് പാരലൽ ആയിട്ട് വരും. ഓക്കെ, രണ്ട് തരത്തിലാണ് നമ്മളുടെ റെസിസ്റ്റൻസുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുക. റെസിസ്റ്റൻസിനല്ല, എന്ത് കമ്പോണൻറ്റിനും നമുക്ക് സീരീസിലും പാരലായിട്ട് അറേഞ്ച് ചെയ്യാം. നമ്മളിവിടെ റെസിസ്റ്റൻസിനെ പറ്റി പഠിക്കാത്തതുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ കേസിലുള്ള സീരീസ് സർക്യൂട്ട് എന്താണ്, പാരലൽ സർക്യൂട്ട് എന്താണെന്ന് പറയാം. നമുക്ക് സീരീസ് സർക്യൂട്ട് അല്ല, സീരീസ് സർക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് സത്യം പറഞ്ഞാൽ ആ ടെർമിനൽ എന്താണ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ കാര്യം കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ട് റെസിസ്റ്റൻസുകൾ ഇവിടെ കണ്ടുവയ്ക്കുക. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാനിവിടെ പേര് കൊടുക്കുന്നു നോക്കിക്കോ, AB, അതുപോലെ AB. അത് തുടങ്ങുന്ന ഭാഗത്തിന് A എന്നും എൻഡിങ് പോർഷൻ ഞാൻ B എന്നും വിളിച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് Bനെ Aയിലേക്ക്, ഓക്കെ, Bനെ Aയിലേക്ക്, അതുപോലെ ഇനി ഇവർ രണ്ടാളും വേണമെങ്കിൽ നമുക്കൊരു ബാറ്ററി വഴിയും കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക, സീരീസ് സർക്യൂട്ട് എന്ന് വിളിക്കുക. ഓക്കെ, സീരീസ് സർക്യൂട്ട്. ഞാനൊരു എളുപ്പപ്പണി പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് സാധാരണ. അതായത് ഇപ്പോൾ ഇത് ബാറ്ററിൻ്റെ പോസിറ്റീവും ഇത് ബാറ്ററിയുടെ നെഗറ്റീവാണ്. പോസിറ്റീവ് എന്നൊരു വയർ ഇങ്ങനെ എടുത്ത് വന്ന് ഇവിടെ തട്ടിയാൽ അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് ഇടുക, അതിൻ്റെ അപ്പുറം ഭാഗം മൈനസ് ഇടുക. ഇനി ഈ വയർ വീണ്ടും ഇങ്ങനെ വന്ന് ഇവിടെ തട്ടി, അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വയറാണ്, ഒരു റെസിസ്റ്റൻസ് തട്ടുന്ന സ്ഥലത്ത് പോസിറ്റീവ് ഇടുക, അപ്പുറം ഭാഗം നെഗറ്റീവ് ഇടുക. എങ്ങനെ മനസ്സിലായല്ലോ? പോസിറ്റീവ് നിന്ന് ഇങ്ങനെ വയർ വന്നു, ഇവിടെ തട്ടുന്ന ഭാഗം പ്ലസ്, അപ്പുറം മൈനസ്. വീണ്ടും ഈ വയർ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, തട്ടുന്ന ഭാഗം പ്ലസ്, അപ്പുറം മൈനസ്. ഇങ്ങനെ ചോദിക്കരുത്, സാറേ ഈ മൈനസ് എന്നല്ല ഇങ്ങോട്ട് വരച്ചത്, അപ്പോൾ ഇവിടെ മൈനസ് അല്ലേ. ഇത് നമ്മൾ ഒരു ഒരു ഫിസിക്സ് പഠിക്കുകയല്ല, നമ്മളൊരു എളുപ്പവഴിക്ക് വേണ്ടി പറയുക എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ പറഞ്ഞ നമ്മളുടെ റെസിസ്റ്റൻസിൻ്റെ രണ്ട് ടെർമിനലുകളാണ് ഈ കാണുന്നത് അല്ലേ. ഇതിനും രണ്ട് ടെർമിനലുണ്ട്, ഇതിനും രണ്ട് ടെർമിനലുണ്ട്. അപ്പോൾ അതിൽ ആൾട്ടർനേറ്റ് ആയിട്ട്, അതായത് ഒന്നിൻ്റെ അവസാന ഭാഗം മറ്റൊന്നിൻ്റെ തുടക്ക ഭാഗത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റുമായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ സീരീസ് സർക്യൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് R1 R2 ആണ് ഉള്ളതെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R=R1 + R2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, വെറുതെ കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇത് 2 ഓമും ഇത് 3 ഓമും ആണെങ്കിൽ എത്രയാണ് ടോട്ടൽ റെസിസ്റ്റൻസ്? 2 + 3 5 ഓം. പിന്നെ സീരീസ് സർക്യൂട്ടിൽ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, സീരീസ് സർക്യൂട്ടിൽ ആര് കോൺസ്റ്റൻ്റ് ആയിരിക്കും? കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കറണ്ട്, വോൾട്ടേജ് മാറും. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാനിവിടെ ഒരു 6 വോൾട്ടാണ് ബാറ്ററി എടുത്തിട്ടുള്ളത് വിചാരിക്കുക. ആ 6 വോൾട്ട് ഇയാൾക്കും 6 അങ്ങനെയല്ല കിട്ടുക. ഇവിടെ കുറച്ച് വോൾട്ടേജ് പോവും, അതിൻ്റെ ബാക്കി മാത്രമേ ഇവിടെ കിട്ടുള്ളൂ.
നമ്മളതിനെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്നാണ് വിളിക്കുക. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകണില്ല. നമുക്ക് എന്താ പറയുക, നമ്മളെ ലെറ്റേഴ്സസ് ഒക്കെ പറഞ്ഞതിൻ്റെ ശേഷം കുറച്ചൊരു എക്സ്ട്രാ പോയിന്റ് കൂടി ഈ ഒരു ചാപ്റ്ററിന് പറയേണ്ടതുണ്ട്. കാരണം പലർക്കും ഈ പറഞ്ഞ പ്രോബ്ലം കാണുമ്പോഴും അതുപോലെ കറണ്ട് കോൺസ്റ്റന്റ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്നുള്ള വാക്ക് കാണുമ്പോഴൊക്കെ പേടിയുണ്ടാവും. പേടിയോടുകൂടി പഠിച്ചു പോയാൽ ഒന്നും പഠിക്കലുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സീരീസ് സർക്യൂട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി പാരലാണ് കൂടുതൽ പേര് സംശയം ചോദിച്ചത്. പാരലൽ സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഞാൻ 2 റെസിസ്റ്റൻസിന് വരയ്ക്കണം. 1, അതുപോലെ അടുത്ത ആൾ 2. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ എ നിട്ടു, ഇവിടെ ബി, ഇവിടെ എ, ഇവിടെ ബി. ഇനി ഞാൻ ചെയ്യണത് നോക്ക്, ഈ എനെ ഈ എൻ്റെ കൂടെ കോൺടാക്റ്റിൽ വരുത്തി, ഈ ബീനെ ഈ ബീൻ്റെ കൂടെയും കോൺടാക്ട് ചെയ്തു. ഇനി ഞാനിതിനെ ബാറ്ററിക്ക് കൊടുക്കും. സാധാരണ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ, ക്ലോസ്ഡ് ആവണമെങ്കിൽ ബാറ്ററിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വയറുകൾ തമ്മിൽ വീണ്ടും കൂട്ടി വിട്ടണം. അപ്പോൾ അങ്ങനെ ക്ലോസ് സർക്യൂട്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയുടെ എ തമ്മിൽ തട്ടി ബി തമ്മിൽ തട്ടി പാരലൽ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഇനി ബാറ്ററിൻ്റെ ടേംസിൽ നേരത്തെ നമ്മൾ സീരീസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഇവിടെ എങ്ങനെ പറയും നോക്കുക. ബാറ്ററിൻ്റെ പ്ലസ് ആണല്ലോ ഇത്. അപ്പോൾ പ്ലസ് ഇതാ വയർ വന്ന് ഇവിടെ തട്ടി. അപ്പോൾ ഈ വയർ 2 ആയിട്ട് മുറിഞ്ഞു. ഇങ്ങോട്ടും പോയി ഇവിടേക്കും പോയി. അപ്പോൾ ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. മറ്റേ 2 ഭാഗം മൈനസും ആണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഒരേ പൊളാരിറ്റി ഉള്ള ഭാഗങ്ങളാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഒരേ പൊളാരിറ്റി ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് സർക്യൂട്ട് എന്ന് വിളിക്കുക? പാരലൽ സർക്യൂട്ട് എന്ന് വിളിക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു ജംഗ്ഷൻ കണ്ടാൽ കറണ്ട് മുറിയും, കറണ്ട് സ്പ്ലിറ്റ് ആവും. ഉദാഹരണത്തിന് ഈ ബാറ്ററിയിൽ നിന്ന് നമ്മുടെ വയറിലേക്ക് വരുന്നത് ഒരു 5 ആംപിയർ കറണ്ടാണ് വിചാരിക്കുക. ഓക്കെ, ഒരു 5 ആംപിയർ. ഞാൻ വെറുതെ ഒരു ഗസ് വർക്ക് അല്ലെങ്കിൽ ഒരു അസ്യൂം ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. ഇത് ശരിക്കും നമുക്ക് കണ്ടെത്താൻ പറ്റും. എത്ര കറണ്ടാണ് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമുക്ക് ആകെ അറിയേണ്ടത് ഈ ബാറ്ററീൻ്റെ വോൾട്ടേജും ഈ 2 റെസിസ്റ്റൻസുമാണ്. എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു ക്ലാസ് അതിന് തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു 5 ആംപിയർ കറണ്ടാണ് ഈ വയറിലൂടെ വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ് ഈ കറണ്ട് സ്പ്ലിറ്റ് ആവുക. നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഇത് 6 റെസിസ്റ്റൻസ് ആണ്, ഇതും 6 റെസിസ്റ്റൻസ് ആണ്. അത് രണ്ടും ഒരേ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കറണ്ട് ഈക്വൽ ആയിട്ടാണ് മുറിയും. ഓക്കെ, ഇവിടേക്കൊരു 2.5, ഇവിടേക്കൊരു താഴെ ഒരു 2.5 പോകും. മേലെ 2.5, താഴെ 2.5, കൂട്ടി 5 കിട്ടൂലേ. ഇനി ഒരു കാര്യം കൂടി മനസ്സിലായിക്കോ, സപ്പോസ് നമ്മളുടെ ഈ ഒന്നാമത്തെ റെസിസ്റ്റൻസ്, ഈ മേലുള്ള റെസിസ്റ്റൻസ് ഭയങ്കര വലുത്, ഒരു 10 ഓമും താഴെയുള്ളത് ഒരു 5 ഓമാണ് വിചാരിക്കുക. കറണ്ട് എപ്പോഴും എന്താ ചെയ്യുക അറിയോ? ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് എവിടെയാണ് അതിലൂടെയാണ് പോകാൻ തുടങ്ങും. മാക്സിമം ആയി കൂടി പോകും, കുറച്ച് മറ്റടുത്ത് കൂടി പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മേലെ 10ഉം താഴെ 5 ആണെങ്കിൽ മാക്സിമം കറണ്ട് താഴത്ത് കൂടി പോകും, കുറച്ച് കറണ്ട് മേലെ കൂടിയും പോകും. അപ്പോൾ കറണ്ട് എപ്പോഴും നോക്കുക. അതാണ് ജംഗ്ഷൻ കണ്ടാൽ എവിടെ റെസിസ്റ്റൻസ് കുറവ് നോക്കും, അതിൽ കൂടി മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യാൻ നോക്കും. തൽക്കാലം നമ്മൾ എളുപ്പത്തിൽ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു, 2 ഒരേ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ കൊടുത്ത കറണ്ട് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ പാരലൽ എങ്ങനെയാണെന്നും, ഇവിടെ വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറൻറ്റും കേട്ടോ. വോൾട്ടേജ് സെയിം ആണ്. ഇതേപോലെ പാരലൽ എടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് ജംഗ്ഷൻ കണ്ടാൽ മുറിയൂല. ആരാ സ്പ്ലിറ്റ് ആവുക? കറണ്ടാണ് സ്പ്ലിറ്റ് ആവുക. പറഞ്ഞത് ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ ഇക്വേഷനിലേക്ക് വന്നപ്പോൾ ചിലർക്ക് ആ ഇക്വേഷൻ എഴുതിയതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുതിയ പോലെ R1 + R2 അല്ല. ഇവിടെ നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 1/R = 1/R1 + 1/R2. അപ്പോൾ ചിലരുടെ സംശയം, ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് ഞാൻ R = R1R2/R1 + R2 എന്ന് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ അവർ ചോദിച്ചത് ഇതാണ്, സാർ ഇവിടെ ക്രോസ് ചെയ്താൽ R1 + R2 അല്ലേ, R2 × 1 R2 + R1 × 1 R1. അപ്പോൾ R1 + R2 / R1 R2 എന്നല്ലേ വരിക. എങ്ങനെയായത്? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവണമെന്നില്ല, ചിലരത് ചോദിച്ചു. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സംശയങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സംശയങ്ങളോ ഏറ്റവും വലിയ സംശയങ്ങളോ ഒന്നും നമുക്കില്ല. എല്ലാം നമുക്ക് നല്ല ഡൗട്ടുകളാണ്. ചിലപ്പോൾ പലരും ചോദിക്കാൻ മടിച്ച് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയത് തന്നെയാണ് 1/R = 1/R1 + 1/R2. നിങ്ങൾ പറഞ്ഞ പോലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1/R = R1 + R2 / R1 R2 എന്ന് തന്നെയാണ് കിട്ടുക. പക്ഷെ ഇത് 1/R അല്ലേ? നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറഞ്ഞാൽ R അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ 1/R തലതിരിച്ച് എഴുതിയാൽ R എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മാത്രം തലതിരിച്ചാൽ പോരാ, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡും തലതിരിക്കണം. അല്ലെങ്കിൽ നമുക്കതിന് റെസിപ്രോക്കൽ എടുക്കണം. തലതിരിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. റെസിപ്രോക്കൽ എടുക്കണം എന്നാണ് കറക്റ്റ് വേർഡ് അല്ലേ. റെസിപ്രോക്കൽ എടുത്താൽ എന്താവും? R1 R2 / R1 + R2. അപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തു പോകാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണോ കിട്ടുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട്, അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1/5 ആണ്, 1/R = 1/5 ആണ് കിട്ടണമെങ്കിൽ നിങ്ങൾ R = 5 ഓം എന്ന് എഴുതി വെക്കണം. ഇല്ലെങ്കിൽ മാർക്ക് ഫുള്ള് കിട്ടൂല.
അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് ആൻസർക്ക് പോവുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള R = R1 R2 R1 + R2 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ പിന്നെ റെസിപ്രോക്കൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ഉത്തരമായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കഴിവതും ഈ രണ്ടാമത് എഴുതിയ R = R1 R2 R1 + R2 ഉപയോഗിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, മറ്റേത് LCM ഒക്കെ എടുത്ത് ചെയ്യാൻ അതാട്ടോ സുഖം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അവസാനം നിങ്ങൾ തല തിരിച്ചെഴുതാൻ മറന്നു പോകുന്നത് പതിവാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് അനാവശ്യമായിട്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ടെർമിനൽ പറഞ്ഞു, അതുപോലെ ജൂൾസ് ലോ പറഞ്ഞു, പിന്നെ ഓംസ് ലോ പറഞ്ഞു, പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത് റെസിസ്റ്റൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു, പിന്നെ പാരലൽ സർക്യൂട്ട് പറഞ്ഞു, സീരീസ് സർക്യൂട്ടും പറഞ്ഞു. ഇനി നമുക്ക് പ്രധാനമായിട്ട് വേറൊന്ന് പറയാനുള്ളത്, ഈ പറഞ്ഞ ഹീറ്റ് എഫക്റ്റ് ഇല്ലേ, അതായത് ഹീറ്റിംഗ് എഫക്റ്റ്, ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ്, അതിൻ്റെ ചില യൂസുകളാണ് ഈ ഫ്യൂസ് വയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു, സാറേ ഈ ഫ്യൂസ് വയർ ലോ ടെമ്പറേച്ചറിൽ ഹീറ്റ് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടല്ലോ എപ്പോഴും, അതൊരു പാരഗ്രാഫ് ഇല്ലേ ടെക്സ്റ്റ് ബുക്കിൽ, at every occasion heat will be generated on the fuse wire but it will be transmitted to surrounding എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു സെൻറ്റൻസ്, ഒരു പാരഗ്രാഫ് ഉണ്ട് അവിടെ ഫ്യൂസ് വയറിനെ പറ്റി പറയുന്ന സ്ഥലത്ത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിരുന്നു. മറ്റൊന്നല്ല, നമ്മളുടെ ഫ്യൂസിലെ സേഫ്റ്റി ഫ്യൂസിൻ്റെ ഉള്ളൊരു വയർ ഉണ്ടാവും. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് എടുത്തപ്പോൾ പറഞ്ഞ പോലെ ഈ ഫ്യൂസ് വയറിനുള്ളിൽ കൂടി എപ്പോഴും കറണ്ട് പോകുന്നുണ്ടാവും. കറണ്ട് പോണ സമയത്തൊക്കെ അവിടെ എന്തുണ്ട്, ഹീറ്റ് ഉണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നില്ല, ഉരുകണില്ല, മെൽറ്റ് ചെയ്യണില്ല, ബ്രേക്ക് ആവണില്ല. കാരണം ആ ഹീറ്റ് വളരെ കുറവാണ്. നമ്മൾ ഈ ഫ്യൂസ് വയർ തോന്നിയ പോലെ എടുക്കുകയല്ല ചെയ്യുക. ശരിക്ക് നമ്മളൊരു സർക്യൂട്ടിൽ വരെ ഫ്യൂസ് ഉണ്ടാവാറുണ്ട് അല്ലേ. അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് നമ്മൾ വിളിക്കുക. ആംപിയറേജ് = വാട്ടേജ് ബൈ വോൾട്ടേജ്. ഒരു ഇക്വേഷൻ ആണിത്. ആംപിയറേജ് = വാട്ടേജ് ബൈ വോൾട്ടേജ്. വാട്ട് എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് പവറാണ്. അപ്പം നിങ്ങൾ ഒരു ഡിവൈസിന് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കറണ്ടിലേക്ക് കുത്തുന്ന പ്ലഗിന്റെ പിന്നിലൊക്കെ ഫ്യൂസ് ഉണ്ടാവാറുണ്ട് പല ഡിവൈസുകൾക്കും. TVക്കൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഫ്യൂസ് എത്ര ആംപിയറിൻ്റെ ആണെന്ന് എങ്ങനെ തീരുമാനിക്കുക? ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു TV ആണെങ്കിൽ ആ TVക്ക് ഒരു പവർ ഉണ്ടാവും. ആ പവർ TVന്റെ പിന്നിൽ വാട്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറിൽ പല നമ്പറുകൾ ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ചില നമ്പറിന്റെ കൂടെ വാട്ട്സ് എന്നുണ്ടാവും. അത് കാണിക്കുന്നത് ആ TVന്റെ പവറാണ്. അപ്പോൾ ആ TVന്റെ പവർ ഡിവൈഡഡ് ബൈ TV വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ്, അത് ചെയ്താൽ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെയാണ് നമ്മൾ ആംപിയറേജ് എന്ന് വിളിക്കുക. നിങ്ങൾ ഫ്യൂസ് വയർ ആ TVക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആംപിയറേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ട് വേണം വെക്കാൻ. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഇത്രയും വോൾട്ടേജ് പെർമിറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്തിട്ടല്ലേ നമുക്ക് ആംപിയറേജ് കിട്ടിയത്. അത്രയും വോൾട്ടേജ് പെർമിറ്റഡ് ആണ്. അപ്പോൾ ആ പെർമിറ്റഡ് വോൾട്ടേജും ആ പെർമിറ്റഡ് പവറൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ അത്രയും നമുക്ക് റിക്വയർഡ് ആണല്ലോ, അത്ര നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ വോൾട്ടേജിൽ വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ ആ വോൾട്ടേജിനനുസരിച്ചുള്ള കറണ്ട് വരുമ്പോഴേക്ക് നമ്മൾ TVന്റെ ഫ്യൂസ് അടിച്ചു പോകുന്നു കഴിഞ്ഞാൽ ഇത് മാറ്റിയിടാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം TV ഒരിക്കലും ഓൺ ആവില്ല. ആവശ്യത്തിനുള്ള കറണ്ട് വരുമ്പോൾ തന്നെ TVന്റെ ഫ്യൂസ് ബേൺ ചെയ്ത് പോകണം. അങ്ങനെ പാടില്ലല്ലോ. ആവശ്യത്തിനുള്ള കറണ്ട് നമുക്ക് വരണം. അപ്പോഴൊക്കെ ഹീറ്റ് ഉണ്ടാവും, പക്ഷെ ആ ഫ്യൂസ് വയർ ഉരുകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്യൂസ് വയർ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്. ഈ ഇക്വേഷൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇതിൽ മേലെ പവർ എന്നുള്ളത്, താഴെ ഉള്ളത് വോൾട്ടേജും. നിങ്ങൾക്ക് അറിയില്ല, പവറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. താഴെ വോൾട്ടേജ് വിയും വിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി, I ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആംപിയറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ I കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ വഴി നമുക്ക് കിട്ടുന്ന I ഇല്ലേ, അത് ആ സർക്യൂട്ടിക്ക് വരേണ്ട കറണ്ടാണ്. അത്രയും കറണ്ട് മാത്രമേ ആ ഫ്യൂസ് വയർ താങ്ങുള്ളൂ. അതിലപ്പുറം കറണ്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും ആ ഫ്യൂസ് വയർ താങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഈ ഇക്വേഷൻ ചെയ്തിട്ട് എനിക്ക് ആൻസർ കിട്ടിയത് ഒരു 5 ആംപിയർ ആണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ കടയിൽ പോയിട്ട് 5 ആംപിയറിൻ്റെ ഫ്യൂസ് വയർ വെച്ച് അവരെനിക്ക് തരും. അപ്പം ഞാൻ ആ ഫ്യൂസ് കൊടുന്ന് നമ്മുടെ സർക്യൂട്ടിൽ വെച്ചു. അപ്പോൾ ഈ 5 ആംപിയർ കറണ്ട് വരുമ്പോഴും നമ്മുടെ ജൂൾസിന്റെ ഇക്വേഷൻ പ്രകാരം അവിടെ എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5 ആംപിയർ വരെ ആ സർക്യൂട്ടിക്ക് വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഈ ഫ്യൂസ് വയറിനെ മെൽറ്റ് ചെയ്യൂല. കാരണം ആ ഫ്യൂസ് വയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിലും കൂടുതൽ കറണ്ട് വന്നാൽ മാത്രം മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. മനസ്സിലാവുണ്ടോ പറയണത്? അതിലും കൂടുതൽ 5നേക്കാളും കൂടുതൽ വന്നാൽ മാത്രമേ ആ ഫ്യൂസ് വയർ മെൽറ്റ് ആയി പോകുള്ളൂ. ഇവിടെ ഞാൻ ഇതിൻ്റെ ബാക്കി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു സെൻറ്റൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ 5.2 ആണ് കിട്ടിയതുണ്ടെങ്കിൽ നിങ്ങൾ അവസാന സെൻറ്റൻസ് എഴുതണം. സോ വി ഹാവ് ടു യൂസ് ദ ഫ്യൂസ് വയർ ഓഫ് ആംപിയറേജ് 5.2 എന്ന് എഴുതരുത്, 6 ആംപിയർ എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഉത്തരം 1.2 ആണ് കിട്ടിയത് എഴുതുക. സോ നിങ്ങൾ എഴുതേണ്ടത് വി ഹാവ് ടു യൂസ് എ ഫ്യൂസ് വയർ ഓഫ് ആംപിയറേജ് 1.2 എന്നല്ല 2 എന്നാണ്. കാരണം നമ്മൾ കൊമേഴ്ഷ്യലി ഇതേപോലെ ഡെസിമലുകൾ ഉള്ള ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയർ ഉണ്ടാക്കണില്ല.
നമ്മൾ ഓൾ നമ്പർ ആയിട്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ 2.1 വന്നു കഴിഞ്ഞാൽ പിന്നെ 2 എടുത്തിട്ട് കാര്യമില്ല. കാരണം 2 എടുത്തു കഴിഞ്ഞാൽ 2.1 കറണ്ട് നമുക്ക് വേണം സർക്യൂട്ടിൽ. നമ്മൾ എടുത്ത ആംബിയറേജ് ആണെങ്കിൽ 2 ഉള്ളൂ. അപ്പോൾ എപ്പോൾ കറണ്ട് വന്നാലും ഫ്യൂസ് വയർ ആ ഹീറ്റ് കൊണ്ട് മെൽട്ടായി പോയോണ്ടിരിക്കും. അപ്പോൾ നമ്മൾ 3 എടുക്കണം. അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ 2.1 മതി നമുക്ക്. നമ്മൾ 3 ആംബിയറിന്റെ ഫ്യൂസ് വയർ എടുത്താൽ കറണ്ട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ ഡിവൈസിന് കേട് പറ്റും. പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ല. ഇതിന്റെ ഇടയിലൊന്നും ആംബിയറേജ് ഉണ്ടാക്കണില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഇനി തിരിച്ചു വരാം. നമ്മുടെ സേഫ്റ്റി ഫ്യൂസിന്റെ ഉള്ളിലെ ഫ്യൂസ് വയർ കൂടി എപ്പോഴും കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കറണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ അതിൽ കറണ്ട് വരുമ്പോഴൊക്കെ അത് ഹീറ്റ് ആവണുണ്ട്. പക്ഷെ ആ ഹീറ്റ് എന്ത് ചെയ്യും, അത് ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കൊണ്ടു, ആ ഫ്യൂസിലെ പുറത്തുള്ളായ്മ പോയും തൊട്ട് നോക്കൊണ്ടു, പൊട്ടിയിട്ടില്ലെങ്കിൽ കേട്ടോ പോയി ഷോക്ക് അടിക്കാൻ നിൽക്കരുത്. ഒരു റബ്ബറിന്റെ ചെരുപ്പൊക്കെ ഇട്ട്, ഒരു ഹവായി ചെരുപ്പൊക്കെ ഇട്ട് പോയിട്ട് ആ ഫ്യൂസിന്റെ മേലെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊണ്ട് നിങ്ങളെ പാരൻസിനെയും കൂട്ടിയിട്ട് അതിനൊരു ചൂടുണ്ടായിരിക്കും. അതെന്താ വെച്ചാൽ എപ്പോഴും ആ ഫ്യൂസ് വയറിന് ഹീറ്റ് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഹീറ്റ് ഒന്നും നമ്മളെ എന്താ പറയുക ഫ്യൂസിനെ ബേൺ ചെയ്യാൻ മാത്രമുള്ള ഹീറ്റ് ഇല്ല. അതിനനുസരിച്ചാണ് നമ്മൾ ആ ഫ്യൂസ് വയർ എടുത്തിട്ടുള്ളത്. ഇനി ആ പാരഗ്രാഫിന്റെ രണ്ടാം ഭാഗത്ത് എന്താ പറയുന്നത്, എപ്പോഴെങ്കിലും പെർമിറ്റ് ചെയ്ത ഹീറ്റിനേക്കാളും കൂടുതൽ ഹീറ്റ് വന്നാൽ, അത് എപ്പോഴാണ് ഉണ്ടാവുക, പെർമിറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ കറണ്ട് ആ ഡിവൈസിക്ക് വന്നാൽ അപ്പോൾ ഭയങ്കര ഹീറ്റ് ഫോം ചെയ്യും. ആ ഹീറ്റ് ആ ഫ്യൂസ് വയറിന് അത്ര ഹീറ്റ് ഒന്നും താങ്ങാൻ പറ്റില്ല, ഫ്യൂസ് വയർ ബേൺ ചെയ്തു പോകും. ഓക്കെ, എപ്പോഴാ എക്സസ് കറണ്ട് വരെ സർക്യൂട്ടിലേക്ക്, ഇടി മിന്നുന്ന സമയത്ത്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ, ഓവർലോഡിങ് ഉണ്ടാകുമ്പോഴൊക്കെയാണ് എക്സസ് കറണ്ട് വരാൻ സാധ്യത ഉള്ളത്. ഇത്രയും കാരണമാണ് ആ ഫ്യൂസ് വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി മറ്റ് ചില സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് ആണ്. നിങ്ങളുടെ ഒരു 2 വർഷം മുന്നത്തെ ബാച്ച്, നിങ്ങളുടെ ബാച്ചല്ല, കഴിഞ്ഞ ബാച്ചല്ല, അതിൻ്റെ തൊട്ട് മുന്നത്തെ ബാച്ചുകാർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു ഡിസ്ചാർജ് ലാമ്പ്. ഇപ്പം നമുക്ക് ചെറിയ എന്താ പറയുക ഡിസ്ചാർജ് ലാമ്പും നമ്മളുടെ ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിലേതാ കൂടുതൽ എഫിഷ്യൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൂ. പൊതുവേ നമ്മുടെ ഫിലമെന്റ് ലാമ്പിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എഫിഷ്യൻസി കൂടുതലാണ് ഡിസ്ചാർജ് ലാമ്പിന്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫിലമെന്റ് ലാമ്പില്ലേ, ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് വിളിക്കും, അതിലൊരു ഫിലമെന്റ് ഉണ്ട്. ആ ഫിലമെന്റിന് നല്ല റെസിസ്റ്റൻസ് ആണ്. ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഫിലമെന്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിലൂടെ കറണ്ട് വരുമ്പോൾ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് അല്ലേ, അപ്പോൾ എല്ലാ ഇലക്ട്രോൺസിന്റെ എനർജിയും ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഡിസിപ്പേറ്റ് ചെയ്യാൻ നഷ്ടമാവും കേട്ടോ, ഹീറ്റ് ആയിട്ടാണ് ഡിസിപ്പേറ്റ് ആവും. ഇതിങ്ങനെ ചൂടായി വൈറ്റ് ഹോട്ടായിട്ടാണ് നമുക്ക് പണ്ട് കാലത്തെ ആ ബൾബിൽ വെളിച്ചം കിട്ടിയിരുന്നത്. ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ കറണ്ടിന്റെ 2 ടെർമിനലുകൾ ഉണ്ടായിരിക്കും, ഒരു ഭാഗം പ്ലസും ഒരു ഭാഗം മൈനസും ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഒക്കെ എമിറ്റ് ആവും. ഒരു ട്യൂബിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്ലൂറസൻ ലാമ്പില്ല, ആ ട്യൂബായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫ്ലൂറസൻ ലാമ്പിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഗ്യാസ്, ഏതെങ്കിലും തോന്നിയ ഗ്യാസ് അല്ല, നമുക്കിതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി നടക്കാൻ ആവശ്യമായ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, നമ്മളുടെ ഈ ഗ്യാസിൻ്റെ ചില മോളിക്യൂൾസ് ഉണ്ടാവില്ല ഇവിടെ, അതിനൊക്കെ പോയിട്ട് കൂട്ടിമുട്ടും. അപ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി ഭയങ്കരമായിട്ട് കൂടും. പക്ഷെ അറിഞ്ഞിരിക്കുക, ഒരു ആറ്റവും ഹയർ എനർജിയിൽ സ്റ്റേബിൾ അല്ല. അതായത് കുറച്ച് എനർജി കൊടുത്തിട്ട് വലിയ എനർജിക്ക് എത്തിച്ചാൽ അവർ സ്റ്റേബിൾ അല്ല. അവർ എവിടെ നിന്നാണോ പോയത് അതേ ലെവലിലേക്ക് വരാൻ നോക്കും. അപ്പോൾ അവർ കുറേ എനർജി വാങ്ങിയിട്ടല്ലാണ്ട് എക്സൈറ്റ് ആയി പോയത്, വലിയ ലെവലിലേക്ക് പോയത് അല്ലേ. ഇപ്പോൾ ഇത് ഒന്നാമത്തെ എനർജിയാണ്, ഇത് രണ്ടാമത്തെ എനർജിയാണ് വിചാരിക്കുക. ഈ ഇലക്ട്രോൺസ് വന്ന് തട്ടിയപ്പോൾ ഈ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ഒക്കെ, അയോൺസ് ഒക്കെ എന്ത് ചെയ്തു, എനർജി വാങ്ങിയിട്ട് വലിയ ലെവലിലേക്ക്, രണ്ടാമത്തെ ലെവലിലേക്ക് പോയി. പക്ഷെ അവിടെ അവർക്ക് നിൽക്കാൻ പറ്റില്ല, തിരിച്ച് അവർ ഒന്നിലേക്ക് തന്നെ വരും. അങ്ങനെ വരണമെങ്കിൽ അവർ വാങ്ങിയ എനർജി ഇല്ല, അത് മുഴുവൻ പുറത്തേക്ക് കളയണം. അത് അവർ കളയുക ലൈറ്റിൻ്റെ രൂപത്തിലാണ്. അതാണ് നമ്മുടെ ഫ്ലൂറസൻ ലാമ്പിലും അതുപോലെ കോമ്പാക്റ്റ് ഫ്ലൂറസൻ ലാമ്പ് CFL ചെറിയ ബൾബ്, അതിലൊക്കെ നമുക്ക് വെളിച്ചം കിട്ടുന്നത് ആ രീതിയിലാണ്. പക്ഷെ അവിടെയും തന്നെ കുറച്ചൊക്കെ ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ട്. പിന്നെ അതിന് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്, അതിൽ കുറഞ്ഞ എമൗണ്ടിൽ അൾട്രാ വയലറ്റ് ലൈറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അതിന് ഇതേപോലത്തെ ശരിയാണ് ഫിലമെന്റ് ലാമ്പിനേക്കാൾ എഫിഷ്യൻ്റ് ആണെങ്കിലും ഇതുപോലത്തെ നെഗറ്റീവ് സൈഡ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ കുറച്ച് ഹീറ്റും, അൾട്രാവയലറ്റ് പുറത്തേക്ക് വരുന്നവർ കിടക്കട്ടെ, ഹീറ്റും ഉണ്ടാവുന്നുണ്ട്. ഫിലമെന്റ് ലാമ്പിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഹീറ്റ് ടൈം ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല, ടെസ്റ്റ് ട്യൂബൊക്കെ കുറച്ച് നേരം, ടെസ്റ്റ് ട്യൂബ് എന്നാണ് പറഞ്ഞത്, നമ്മുടെ ഫ്ലൂറസൻ ലാമ്പ്, നമ്മുടെ ട്യൂബ് ലൈറ്റ് അല്ലേ, അത് കുറച്ച് അധികം നേരമൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ പോയി തൊടുമ്പോൾ ചൂടുണ്ടാവില്ലേ, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ ഫിലമെന്റ് ലാമ്പിൻ്റെ അത്ര ഉണ്ടാവില്ല, അത് ശരിയാണ്. അപ്പോൾ ആ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഷ്ടമാണ്. നമ്മൾ കൊടുത്ത ഇലക്ട്രിസിറ്റി ഇല്ലേ, അത് വെളിച്ചായി മാറാനാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ പഠിച്ചില്ലേ, എസെൻസ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്, അവിടെ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്ത എനർജി ലേറ്റായി മാറുന്നതിന് പകരം കുറച്ചൊക്കെ ഹീറ്റായി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഇലക്ട്രിസിറ്റി മുഴുവൻ ലേറ്റ് ആയിട്ടില്ല,
അത് നമ്മുടെ ഒരു നഷ്ടമാണ്, നമ്മുടെ കറണ്ട് വേസ്റ്റ് ആയി പോവുകയാണ് അവിടെ. നമുക്ക് ആ ഹീറ്റ് കൊണ്ട് അവിടെ ഒരു പർപ്പസും നടക്കണില്ല. അപ്പോഴാണ് നമ്മൾ ഏതിലേക്ക് വന്നത്, LED എന്ന് പറയുന്നതിലേക്ക് വന്നത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അത് വളരെയധികം എഫിഷ്യൻ്റ് ആണ്. കൊടുത്ത ഇലക്ട്രിസിറ്റിൻ്റെ ഒരു 99% എന്താക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ലൈറ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനുണ്ട് ചില നെഗറ്റീവുകൾ. ഫ്ലിക്കറിങ് പ്രോബ്ലം എന്ന് പറയും. നിങ്ങളൊക്കെ പലപ്പോഴും ട്യൂബ് ലൈറ്റിൻ്റെ നേരെ നമ്മുടെ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ മിന്നി കളിക്കുന്ന പോലെ തോന്നും. അതിനാണ് ഫ്ലിക്കറിങ് എന്ന് പറയുക. അപ്പോൾ അതുപോലത്തെ ചില പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണിനൊക്കെ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണ നിങ്ങൾ നോട്ട്ബുക്കിൽ നോക്കിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മളൊരു ബുക്ക് വായിക്കുമ്പോഴോ ഒരു പേപ്പർ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഫാസ്റ്റായിട്ട് ലൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്ലിക്കർ ഇങ്ങനെ മിന്നിയോണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും അതിന് കൂടുതലായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ സംശയങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷേ പലർക്കും ഈ പറഞ്ഞത് മതിയാവാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ സംശയങ്ങൾ ചോദിക്കുക കേട്ടോ. ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര വട്ടമാണെങ്കിലും ചോദിച്ചോളൂ, പറഞ്ഞുതരാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, മേ ബി ചെറിയ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിലും ചോദിക്കാൻ മടിക്കാതിരിക്കുക. ഇനി മറ്റൊരു സ്റ്റുഡൻറ്റ് നമ്മളുടെ പേജ് നമ്പർ 12 ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് സംശയങ്ങൾ ചോദിച്ചു. ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെ കിട്ടുന്നത് മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിലൂടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ പേജിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഓൾറെഡി സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. H=I²RT ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഹീറ്റ് എനർജി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മളോട് പറഞ്ഞത് അതിനെ കലോറിക്ക് മാറ്റാനാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് 4.2 ജൂളാണ് 1 കലോറി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 2400 ജൂളാണ്. അപ്പോൾ അതിനെ കലോറിക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, ഒന്നുമില്ല, അതിന് ഡിവൈഡ് ചെയ്യുക. 2400/4.2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആൻസറാണോ കിട്ടുന്നത് കലോറിയിലായിരിക്കും. ഓക്കെ, അതാണ് അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കാര്യം. അത്രയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ടെക്സ്റ്റിൽ തന്നെ സോൾഡ് ആണ്. H=I²RT വെച്ചാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ വന്നിട്ട് 0.2, 6 ക്വസ്റ്റ്യനിൽ വന്നിട്ട് 200 ഓം, T 5 മിനിറ്റ് എന്നാണ് തന്നത്. അതിന് നിങ്ങൾ സെക്കൻഡിലേക്ക് മാറ്റണം. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ആണുള്ളത്. സോ 5 മിനിറ്റിൽ 5 × 60 300 സെക്കൻഡ് ആണുള്ളത്. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയപ്പോൾ 0.2² × 200 × 300 എന്ന് വന്നത്. അത് നമുക്ക് ജൂളിലാണ് കിട്ടിയത്. ഇനി അതിനെ എങ്ങാനും എക്സാമിന് ഫൈൻഡ് ദ ഹീറ്റ് ജനറേറ്റഡ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഹീറ്റ് ഡിസിപ്പേറ്റഡ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ എനർജി ഡിസിപ്പേറ്റഡ് ഇൻ കലോറി എന്ന് പറയുകയാണെങ്കിൽ കിട്ടിയ ഉത്തരത്തിനെ നിങ്ങൾ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതും ചില ആളുകൾ ഒരു സംശയം ചോദിച്ചു. കുഴപ്പമില്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ I²RT വെച്ചാണ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം V²/R × T എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് രണ്ടാമത്തെ വേറൊരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ പാർട്ടിൽ അതാണ് അവിടെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് തെറ്റ് വരുത്താതിരിക്കുക. ഇപ്പോൾ ഒരാൾ ചെയ്തിട്ടുള്ള വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് H=I²RT ഇക്വേഷനൊക്കെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റാണ്, R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത്, T എന്താ ചെയ്തറിയാം നിങ്ങൾക്ക്, എന്താണോ R അതന്നെ കൊണ്ട് T എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഇതേപോലെ തെറ്റുകൾ വരുത്തും. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ ബാധിക്കില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി മറ്റൊരു സംശയമായിരുന്നു, എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി കൂടിയാൽ ഹീറ്റ് കൂടുക എന്നുള്ളത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ അങ്ങനെ മനസ്സിലാക്കണോ, ക്വസ്റ്റ്യൻ എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും കണ്ടക്ടിവിറ്റീൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഒന്നും പഠിക്കാനില്ലെങ്കിലും റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റീൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വയർ, ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടി എത്ര സുഖമായിട്ട് ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാം എന്നുള്ളതാണ് കണ്ടക്ടിവിറ്റി പറയുന്നത്. കണ്ടക്ടിവിറ്റി, ഓക്കെ, എത്ര സുഖമായിട്ട് ഒരു മെറ്റീരിയലിനുള്ളിൽ കൂടി ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാം എന്നാണ് എന്ത് പറയുന്നത്, കണ്ടക്ടിവിറ്റി പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റിവിറ്റി. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റെസിസ്റ്റൻസ് അല്ല കേട്ടോ, റെസിസ്റ്റിവിറ്റി. അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിനുള്ളിൽ കൂടി ഒരു ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ എത്രത്തോളം ഹിൻഡറൻസ് ഉണ്ട്, എത്രത്തോളം അവർക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റൂല, അതിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ അവരെ പിടിച്ച് നിർത്തുകയാണ്, തടഞ്ഞു വെക്കുകയാണ്. സോ അവരുടെ എനർജി മുഴുവൻ അവർ സ്പെൻഡ് ചെയ്യും മുന്നിലേക്ക് പോകാൻ നോക്കിയിട്ട്, പക്ഷെ പറ്റുണ്ടാവില്ല. സോ ആ എനർജി മുഴുവൻ അവിടെ എന്തായിട്ട് മാറും, ഹീറ്റായിട്ട് മാറും. ആ രീതിയിൽ നമുക്ക് പറയാം. ഇനി റെസിസ്റ്റൻസിന്റെ കേസിലാണെങ്കിൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് പറയാം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ പറ്റണില്ല. സോ ആ മെറ്റീരിയൽ കൂടി അവർ പോകാൻ നോക്കുന്ന സമയത്ത് അവരുടെ എനർജി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും, അത് ഹീറ്റായിട്ട് മാറും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ചോദിക്കാൻ മടിക്കരുത് കേട്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്.
എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശമാവോ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കാര്യമില്ല, ആ രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകരുത്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ അതിന് അപ്ലോഡ് ചെയ്യാം. ചെറിയൊരു ലാഗ് വന്ന് ഞാനത് അപ്ലോഡ് ചെയ്യാൻ, മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം എല്ലാം എന്താ പറയുക, നമ്മൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ക്ലാസ്സുകളൊക്കെ, അതുകൊണ്ട് വന്നൊരു പ്രശ്നമാണ് കേട്ടോ. എനിവേ വിൽ സീ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.